ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്നൊരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്റ്റോറി എന്ന് പറയുമ്പം ഒരു മോറൽ ഒക്കെയുള്ളൊരു സ്റ്റോറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു റാൻഡം എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് നടന്നത് ഒരു രണ്ട് കൊല്ലമായി തോന്നുന്നു, 2 വർഷമായി. ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്സ് ഒന്നും പോകുമെന്ന് ഞാൻ വിചാരിച്ച ഒരാളല്ല. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലം ഫുക്കറ്റായിരുന്നു, തായ്ലൻഡിലെ ഫുക്കറ്റായിരുന്നു. അപ്പോൾ ഫുക്കറ്റിലോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ണൂരാണ് എൻ്റെ സ്ഥലം. കണ്ണൂർ കൊച്ചി പോയി, കൊച്ചിയിലോട്ടേക്ക് വന്ദേ ഭാരതിന് പോയി. വന്ദേ ഭാരതിൽ കൊച്ചിയിൽ ഇറങ്ങി അവിടുന്ന് ഫ്ലൈറ്റ് ടു മലേഷ്യ, അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ് മലേഷ്യയിൽ നിന്ന് ടു ഫുക്കറ്റ്. അപ്പോൾ അതിനിടയിൽ ലേ ഓവർ ഉണ്ട്, എത്രയോ അവേഴ്സ് ഉണ്ട്, എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പം അങ്ങനെ നമ്മൾ ഫുൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോയി. അപ്പോൾ ഈ സ്റ്റോറി എൻ്റെ മനസ്സിൽ അതൊരു ദൈവത്തിൻ്റെ ഒരു ആൾ രൂപം അങ്ങനെയൊക്കെയാണ്. അത് കുറച്ച് ഓവറായിരിക്കും. പലവർക്കും ഇങ്ങനെ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയ സമയത്ത് ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടിയത് പലവരും എനർജിയായി വിശ്വസിക്കുന്നുണ്ടാവും. ചിലവരതൊരു പവർ, യൂണിവേഴ്സിൻ്റെ പവറാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഞാനും യൂണിവേഴ്സിൻ്റെ പവറിൽ വിശ്വസിക്കുന്നുണ്ട്. പ്ലസ് ദൈവം എന്നുള്ള എനർജിയിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മനുഷ്യൻ ആയിട്ടാണ് നമുക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് വന്നിട്ടുള്ളത്. നമ്മളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്. പക്ഷെ അതൊരു ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്, എപ്പോഴും ഓർക്കുകയും ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പുലർച്ചെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്, പുലർച്ചെ രാവിലെ. അപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ എയർ ഏഷ്യയിലാണ് പോയിരിക്കുന്നത്. എയർ ഏഷ്യ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കാരണം ഒരു വൃത്തികെട്ട ഫ്ലൈറ്റായിരുന്നു. കാല് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, ഒരു തുള്ളി വെള്ളം തന്നില്ല. ഞാൻ അവർ ഫുഡ് കൊണ്ടുപോകുന്ന ടൈമിൽ ഞാൻ അവരുടെ അടുത്ത് ഒരു ചെറിയ ബോട്ടിൽ വെള്ളത്തിന് ചോദിച്ചു. അവർ പറഞ്ഞു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ, ബുക്ക് ചെയ്ത ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അല്ലാതെയുള്ളവർക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ പോയി തിരിച്ചു വന്നു. വീണ്ടും ഞാൻ പ്രസ് ചെയ്തു, പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ദാഹിച്ച് വരണ്ട്, എന്നുവെച്ചാൽ വിശപ്പ് വന്നില്ല, ഉറക്കം ആ സമയത്ത് കുഴപ്പമില്ല, പക്ഷെ ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കിട്ടിയില്ല. അപ്പം കണക്ഷൻ ഫ്ലൈറ്റ് മലേഷ്യയിലെത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തു. നമ്മൾ ആദ്യമേ കാർഡ്സൊക്കെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും കാർഡ്. പക്ഷെ എന്താണെന്നറിയില്ല, ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രയൽ പോലും നോക്കാൻ പറ്റുള്ളൂ. മലേഷ്യയിലെത്തി കാർഡ് സ്വൈപ്പ് ചെയ്ത് നോക്കി. അപ്പം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചു. ഒരു ലഞ്ച് ടൈം ആയിരുന്നു എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ ആ ടൈം ആയപ്പോൾ നമ്മൾ ലഞ്ചോ ബ്രഞ്ചോ സംതിങ് ആ ടൈമിലൊന്ന് ഫുഡ് നൂഡിൽസ് ഓർഡർ ചെയ്തു. ഹസ്ബൻഡിൻ്റെ കാർഡ് ട്രൈ ചെയ്തു. അപ്പോൾ ആ ടൈമിൽ വർക്കായില്ല. അതിനുശേഷം എൻ്റെ SBI കാർഡ് കൊടുത്തു. അത് നോക്കിയപ്പോൾ സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കാർഡ് വർക്കായി, പേയ്മെൻറ്റ് കൊടുത്തു, അവിടെ നിന്ന് വന്നു. അപ്പോൾ ഇനി ഈ വെള്ളം ദാഹിച്ച് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വേറൊരു ഷോപ്പ് കണ്ടെടുക്കും. ഞാൻ പറഞ്ഞു നമുക്കൊരു ബോട്ടിൽ വാങ്ങിച്ച് വെക്കാം, എന്തായാലും അവിടെ അടുത്തതും നെക്സ്റ്റ് എയർ ഏഷ്യ തന്നെയാണ് കണക്ഷനും. അപ്പോൾ എന്തായാലും അവർ തരില്ല, ആ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ബോട്ടിൽ വാങ്ങിച്ച് വെക്കാമെന്നാണ് ദാഹിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബോട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, മിനി സൂപ്പർ മാർക്കറ്റ് പോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, സ്നാക്സ്, ജ്യൂസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഉള്ളിൽ തന്നെയാണ്, അതായത് ട്രാൻസ്ഫറിൻ്റെ സ്പേസിലാണ്. മലേഷ്യയിൽ നിന്ന് ഫുക്കറ്റിലോട്ടേക്കുള്ള ട്രാൻസ്ഫർ ചെയ്യുന്ന ഏരിയയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അവിടെ തന്നെയായിരുന്നു ഈ ഷോപ്സ് ഉണ്ടായിരുന്നത്. വെള്ളം അവിടെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വെള്ളം വാങ്ങിക്കാൻ കയറി. സെയിം കാർഡ് യൂസ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് നോക്കി, പക്ഷെങ്കിൽ അതവിടെ വർക്കായില്ല. മൾട്ടിപ്പിൾ കാർഡ്സ് യൂസ് ചെയ്ത് നോക്കി, ട്രയൽ ചെയ്ത് നോക്കി, വർക്കായില്ല. നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോനും അമ്മയും കൂടി വന്നു. എന്തൊക്കെയോ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു.
അമ്മ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാക്കിൽ ക്യൂവിൽ വന്ന് നിന്നു. അധികം ആളൊന്നുമില്ല, അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാർക്ക് കൊടുത്തു, നമ്മൾ സൈഡ് കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ പേ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് മാറിക്കൊടുത്തു. നമ്മൾ കുറച്ച് ടൈം എടുക്കും, അപ്പോൾ നിങ്ങൾ നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേഡി എന്നിട്ട് കയറി ചെക്കറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്കഷനില്ല, എന്താ വർക്കാവാത്ത, ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കാം, മെസ്സേജ് ചെയ്യുന്നു, ഹസ്ബൻഡ് മെസ്സേജ് ചെയ്യുന്നു, ബാങ്കിലുള്ള ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കുന്നു, അതെന്താ ഇങ്ങനെ മാറ്റിയതാണല്ലോ, എന്നിട്ട് എന്താ പറ്റി, അപ്പോൾ ഇങ്ങനെ മാറ്റി ട്രൈ ചെയ്ത് നോക്കുന്നു, അതിൻ്റെ ഓപ്ഷൻസ് സെറ്റിങ്സ് മാറ്റുന്നു, ഭയങ്കര തിരക്കോട് എന്തൊക്കെയോ ചെയ്യുന്നു. ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ഫോണിൽ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്നുവെച്ചാൽ ആ ലേഡി പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാനും ഹസ്ബൻഡും നിൽക്കുന്നത്. അപ്പോൾ ഈ ലേഡി എന്തോ പറയുമ്പോൾ ആ മലേഷ്യയിൽ സംസാരിക്കുന്ന ഭാഷയാണ് അവർ പറയുന്നത്. ഏത് ഭാഷയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അറിയില്ല, നോക്കേണ്ടി വരും. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലേഡി ക്യൂവിൽ നിന്നു. എന്തോ പറയുമ്പം എനിക്കെന്തോ ഫീലിംഗ് തോന്നി, അവർ നമ്മളെ പേയ്മെൻറ്റിനെ കുറിച്ച് എന്തോ പറയുന്നത്. ആ പേയ്മെൻറ്റ് അവർ ചെയ്യാമെന്നോ അങ്ങനെ എന്തോ എനിക്കൊരു ഫീലിംഗ് തോന്നിയതുകൊണ്ട് ഞാൻ ലേഡീനോട് ചോദിച്ചു, നിങ്ങൾ പേ ചെയ്യാമെന്നാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. പറഞ്ഞു യെസ്, അതെ, ഇവർ പറഞ്ഞു നിങ്ങളുടെ കാർഡൊന്നും വർക്ക് ആകുന്നില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ ചെയ്തോളാം, കാർഡിന് എന്തോ ഇഷ്യൂ ആയിട്ടാണ്. പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ മൾട്ടിപ്പിൾ കാർഡ്സ് ട്രൈ ചെയ്ത് നോക്കിയില്ലേ, സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ട്രൈ ചെയ്തോളാം, എന്തോ ഓപ്ഷൻ മാറിയിട്ട് അത് സാരില്ല, താങ്ക് യു എന്നെല്ലാം പറഞ്ഞു. പക്ഷേങ്കിൽ ലേഡി അധികം ഒന്നും സംസാരിക്കാതൊന്നുമില്ല. എന്തൊക്കെ ഐറ്റമുള്ളത് ഞാനോട് ചോദിച്ചു. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ വെള്ളവും ഒരു എന്തോ ഓറഞ്ച് ജ്യൂസിൻ്റെ മറ്റൊരു ബോട്ടിൽ ഒരു ക്രഷുമാണ് വാങ്ങിച്ചു വെച്ചത് അവിടെ നിന്ന് കുടിക്കാൻ. അപ്പോൾ പറഞ്ഞാൽ ഇത് 2 സാധനമേ ഉള്ളൂ, വേഗം പേയ്മെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങളങ്ങ് പോയി. ഒന്നും തിരിഞ്ഞു കൂടി നോക്കിയിട്ടില്ല. അവർ നമ്മൾ നന്ദി എക്സ്പെക്റ്റ് ചെയ്തതുമില്ല. ആ ലേഡി പേയ്മെൻറ്റ് ചെയ്തു നടന്ന മോനെയും കുട്ടി തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോയി. നമ്മളിങ്ങനെ എല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലെല്ലാം നടന്നു. നമ്മളിങ്ങനെ ഇപ്പം എന്തുണ്ടായേ, അവർ പേയ്മെൻറ്റ് കൊടുത്ത ഞാൻ ഒരു ഡൗട്ട്ഫുൾ ആയിപ്പോയി. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ ചിലവർ ആ നന്ദി എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഇത് ഒട്ടും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഹെൽപ്പ്. അപ്പോൾ നമ്മളെല്ലാം കൂടി ആ ഒരു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ ഒരു ഇതിലായിരുന്നു, ആ സോണിൽ നിന്ന് പിന്നെ വിട്ടു വന്നതിന് ശേഷം ജ്യൂസൊക്കെ കുടിച്ചിരുന്നു. പിന്നെ ഒന്ന് നോർമലായ പിന്നെ അവർ ചിലപ്പോൾ നമ്മൾ വന്ദേ ഭാരതിലാണല്ലോ വന്നേ. അപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി ഞാനും ഹസ്ബൻഡ് ഇരുന്ന സീറ്റിൻ്റെ ഫ്രണ്ടിലിരുന്ന കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് നമ്മൾ ടീൻ്റെ ടൈം ആയതുകൊണ്ട് ആ സ്നാക്സൊക്കെ കുട്ടി തിരിഞ്ഞു നോക്കി ചിരിക്കുമ്പോൾ ഒരു സ്നാക്ക് എടുത്ത് കൊടുക്കും. അങ്ങനെ കുട്ടിക്ക് അവർ വാങ്ങിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചിലപ്പോൾ നമ്മളെന്തെങ്കിലും നല്ല ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ലത് നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കാം. അതറിയില്ല, അതെങ്ങനെയാണെന്ന് ഓരോരാളുടെ ഓരോ വിശ്വാസമായിരിക്കാം. പക്ഷെ ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് ഏതോ രാജ്യത്തെ ആരോ വിചാരിക്കുകയും കൂടി ചെയ്യാതെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമായിരിക്കും അത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ഹെൽപ്സ് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ പെട്ടുപോയ സിറ്റുവേഷനിൽ. അത് അപ്കമിങ് സ്റ്റോറീസായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഇത്രയേ ഒച്ചയുള്ളൂ. ബൈ.